സണ്ണിച്ചൻ പള്ളിയിൽ പോയിട്ട് വന്നോടി. ആ, നല്ലൊരു ഈസ്റ്റർ ദിവസമായിട്ട് അവൻ മൂടി പൊതിച്ചേടന്ന് ഉറക്കമാ. ഇന്നലെ മുതുപ്പാതിരായ്ക്ക് അവനും പൈലിയും കൂടെ കയറി വന്നത്. നിന്നെ ചാച്ചൻ വിളിക്കുന്നു. വിളിച്ചായിരുന്നോ? പൈലിനി തുരിശടിക്കാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി. മരിച്ചുപോയോ? അയാളുടെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അളിയൻ പമ്പ് സെറ്റ് എന്നാക്കാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടോ? അത് വളമിട്ട ശേഷം ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതും ചെയ്തില്ലേ? അല്ല, ഓരോന്നായിട്ട് ചെയ്തു തീർക്കാനുള്ള ശ്രമത്തിലാണ്. വരട്ടെ. ഈ വിവരം കെട്ടവനെയാണോ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, ഇതിൽ കൂടുതൽ വിവരം എങ്ങനെ ഉണ്ടാവാ? അല്ലേടാ മോനെ? അമ്മച്ചി, ഞാൻ പള്ളി പോവാ. ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും മരുമക്കളെയും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി. അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡിയിൽ നിന്ന് പോവും ഇല്ലേ എൽസമ്മേ? പോടാ അവിടുന്ന്. എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളവനെ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും അല്ലേടി? എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടടി. 2 താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? ബേബിച്ച, ടൗണിൽ നിന്ന് സാധനം വല്ലതും വാങ്ങണമെങ്കിൽ പറഞ്ഞോളൂ. ഈസ്റ്റർ സ്റ്റോക്ക് തീരും. ബേബിച്ചെന്റെ പൈസ വാങ്ങിച്ച് നീ സാധനം വാങ്ങിച്ച പോലെ തന്നെ. കർത്താവിന്റെ കൃപ കൊണ്ട് അളിയന്മാര് 3 പേരും ലാവിഷ് പാർട്ടീസാ. കാശ് മുടക്കാൻ ഒരു ഈസ്റ്ററോ പെരുന്നാളോ വന്നാ മതി, ഇവളുമാര് കെട്ടിയവന്മാരെയും പിള്ളേരെ എടുത്തോണ്ടെങ്കിൽ പോരും ചാച്ചനെ അമ്മച്ചയും കാണാനെന്ന ഭാവത്തിൽ. പിന്നെ കോഴിയായി താറാവായി. പക്ഷേ ഓസിനാണ് കഴിക്കുന്നുള്ള കുറ്റബോധം അവർക്കില്ലല്ലോ. ആരാതളിയാ പെണ്ണ് കെട്ടുമ്പോ അളിയനും പഠിക്കും. എന്താടി സണ്ണിച്ചായ, പുല്ലംകുന്നാലെ ടോമിച്ചൻ സൺഡേ സ്കൂളിന്റെ അവിടെ വെച്ച് മോളിക്കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചു. ഒരു എഴുത്തും കൊടുത്തു. ആണോടി? എഴുത്തവിടെ? പള്ളിപ്പറമ്പിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ അച്ചോ, സംഗതി നിസ്സാരമാണെങ്കിലും പാലോമറ്റത്ത് പറഞ്ഞ പെൺകൊച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറാനും അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? അത്രയ്ക്കൊന്നും ഉണ്ടായില്ലല്ലോ ടീച്ച. നിങ്ങളുടെ പെൺകൊച്ചിനെ കല്യാണം കഴിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. മതി. അച്ഛനറിയോ, അവന്റെ അപ്പനുണ്ടല്ലോ പാപ്പൻ, അവൻ ഇവിടെ വന്നാൽ ഈ കസേരമേൽ ഇരിക്കില്ല. പാലമറ്റത്തെ തിണ്ണയിലിരുന്ന് ഇവിടെ അടുക്കളയും മിച്ചം വരുന്ന കപ്പയും കഞ്ഞിയും കുടിച്ചാ ആ പുല്ലാങ്കുന്നുകാരി ഇത്രയും വളർന്നത്. ആ പാലോമറ്റത്തെ പെൺകൊച്ചിനോട് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ കുന്നാളെവനെ ഞാൻ. പോട്ടെ സണ്ടിച്ച, അതിനി പറഞ്ഞു പെരുപ്പിച്ച് പുല്ലാങ്കുന്നേക്കാരായിട്ട് വെറുതെ ഒരു കശവിശം ഉണ്ടാക്കണ്ട. നിങ്ങൾ ചെക്കന്റെ അപ്പനാണെന്ന് പറഞ്ഞ് വെറുതെ തലേ ചൊറിഞ്ഞോണ്ടിരിക്കാതെ ചെന്ന് മാനം മര്യാദയ്ക്ക് പെണ്ണിനെ കെട്ടിച്ചേരും ചോദിക്കേണ്ട മനുഷ്യ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കുരുത്തങ്കട്ട മോൻ തൊന്തരം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പുറകെ അപ്പം പോയി തൂങ്ങിക്കോളാൻ. അപ്പ ഞാൻ അതിനൊന്നും കാണിച്ചും പറഞ്ഞൊന്നുമില്ല. ഇച്ചായം കാണിച്ച് തെറ്റ് തന്നെ. ഇനി അത് ഊതി പിടിപ്പിച്ച് വഴക്കം വെക്കണമെന്ന് ഉണ്ടാക്കണ്ട. ദേ പോളച്ച, നീ നിന്റെ കാര്യം നോക്ക്. അവനൊരു പുണ്യാളച്ചൻ. പറഞ്ഞ പോലെ അളിയൻ എന്ത് തെറ്റിയതെന്ന് അപ്പനീ പറയുന്നേ? എടാ കുഞ്ഞുഞ്ഞെ, നീ ഇവിടെ വന്ന് ഇവിടെ കെട്ടിക്കൊണ്ട് പോയത് ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണോ? മാനം മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോയി. അപ്പൻ ചുമ്മാ പുക്കാറുണ്ടാക്കാതെ അവിടെ ചെന്ന് കല്യാണം നടത്താൻ സമ്മതമാണോ ചോദിക്കേ. പാപ്പച്ചൻ ഇതിന് എങ്ങനെ ധൈര്യം വന്നൊന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, ടോമിച്ചൻ വന്നൊരു മോഹം പറഞ്ഞപ്പോ. മോഹങ്ങൾ തിരമാലകൾ പോലെയല്ലേ പാപ്പച്ച? ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. അതിന് പുറകെ വിവരമുള്ളവരിറങ്ങിത്തിരിക്കാന്ന് വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും. ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇവിടെ വന്ന കാര്യം നാട്ടുകാരറിയണ്ട. കുറച്ചിൽ തനിക്ക് തന്നെയാ. പാപ്പച്ച, നിന്റെ മോൻ ടോമിച്ചന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പിടിപ്പീട് സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമ്മൾ ആ തെറ്റ് സമ്മതിച്ചേ പറ്റൂ. ചക്കര ഇറ്റുന്നിടത്തല്ലേ ഉറുമ്പ് പായൂ. പുല്ലാങ്കുന്ന പാപ്പച്ചന് ഇസ്പർ 7-ാം കൂലിയാണല്ലോ. എനിക്കും ഉണ്ട് അച്ചോ 2-3 പിള്ളേരെ. അതുങ്ങളുടെ കല്യാണം ഈ പള്ളി വെച്ചാൽ നടത്തും. പാലോമറ്റത്തെ മാടമ്പിപ്പിള്ളയെ കെട്ടുന്നതിനേക്കാൾ മുന്തിയെടുത്തുനിന്ന് കല്യാണത്തിന് അച്ഛനെ ഞാൻ വിളിക്കും. കെട്ടുകുർവാനയ്ക്കല്ല, മിന്നുകെട്ട് കാണാൻ. കെട്ടുകുർവാനയ്ക്ക് ഞാൻ മെത്രാപ്പോലിത്തയെ കൊണ്ടുവരും. കൂടെ തറവാട്ടിൽ പറഞ്ഞ 10 അച്ഛന്മാരെ. ഈശോമിശിഹായിരിക്കട്ടെ. കുട്ടിയുടെ കല്യാണത്തിന് ഇവിടുത്തെ ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ച് പണം മറിച്ചു. പാപ്പനതറിയാം. കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിന് ശേഷം ഓരോരുത്തരായി പണം ചോദിക്കാൻ വരുന്നു. അതൊക്കെ വിറ്റോ തുലച്ചോ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. പക്ഷേ അപ്പം മോളിക്കുട്ടിയുടെ മിന്നേട്ടിന് അപ്പൻ്റെ ഒന്നും ഉണ്ടാവില്ല. 3 പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞയച്ചപ്പോ അപ്പൻ്റെ നടുവൊടിഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ചിറയ്ക്കൽ അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അറിഞ്ഞു? 2 ലക്ഷം രൂപ ശ്രീധരൻ തരാൻ കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന്. ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ, പിന്നെ ഞാനെന്ത് പറയാൻ? ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന്? അതൊക്കെ നീ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം. എങ്കിൽ പിന്നെ അവര് തമ്മിലൊന്ന് കാണട്ടെ അല്ലേ?
മോളെ നാൻസി. സണ്ണിച്ചു, പെണ്ണിന് വല്ല ചട്ടോ വിൽക്കോ മറ്റോണോ നോക്കിക്കോണം. പിന്നെ നാളെ ഞങ്ങൾ കൂടെ വന്നൊരു കുറ്റം പറഞ്ഞേക്കരുത്. പേരെന്താ പറഞ്ഞ? ഇപ്പൊ അപ്പച്ചൻ വിളിച്ചത് കേട്ടില്ലേ? നാൻസി അല്ലേ? ഈ പഠിച്ചത് സെന്റ് ആൻസൽ, ഇപ്പൊ അസംഷൻ കോളേജിലാ. എന്റെ പേര് അറിയാം, സണ്ണി പാലമറ്റം. പഠിച്ചത് SH ഹൈസ്കൂളിൽ അല്ലേ? എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഈ സമരത്തിന്റെ മുമ്പിലൊക്കെ ഞെളിഞ്ഞു നടക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി നിന്നപ്പോ സിസ്റ്റേഴ്സിന്റെ നിറയെ തല്ലും കിട്ടിയിട്ടുണ്ട്. അത് ശരി. ഇത്രയും പേരുള്ള ജാഥയിൽ എന്റെ മുഖം മാത്രം ഓർക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അത്രയ്ക്ക് മോശമാണ് എന്റെ? അയ്യോ അല്ല, നന്നായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടുണ്ട്. സത്യമായിട്ട് ശരിക്കും ശരിക്കും നന്നായിട്ടുണ്ടോ? എനിക്ക് അസൂയ തോന്നുന്നു. നേരായിട്ടും തോന്നാം. അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു. ദൈവത്തിന് പോലും. പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു. കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോൾ പള്ളിക്കൽ നിന്ന് അച്ഛൻ വന്ന് പറഞ്ഞു കല്യാണം നടക്കില്ലെന്ന്. കടം കൊണ്ട് കഴുത്തറ്റ് മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ചു കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ്സ് വെച്ചില്ല. ആ, കടങ്ങളുണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു. ആ മോഹം അയാൾ സാധിച്ചു. മിന്നു കെട്ടുന്നതിന്റെ തലേ രാത്രി എന്താ അച്ഛാ ഇതിന്റെയൊക്കെ അർത്ഥം? മിന്നേറ്റ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ കല്യാണ കാര്യത്തെ പറ്റി ഒന്നുകൂടെ ആലോചിക്കാണ്ടെന്ന് പറയുന്നത് എവിടത്തെ നാട്ടു നടപ്പാ? എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്റെ മോളെ അവിടേക്ക് അയച്ചാ അവള് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാ നമുക്ക് വേറെ ദിവസം നോക്കാം. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാരിക പറയരുത്. നീ എന്താ ഈ പറയുന്നേ? ഈ കല്യാണം നടത്താൻ ഇയാൾ കിട്ടാവല്ലെന്ന് അന്നീപ്പാരാ മധ്യസ്ഥം പറ ഇങ്ങോട്ട് വിളിച്ച്. പെണ്ണിന്റെ തന്ത ഈ നിൽക്കുന്ന കുഞ്ഞു കൊച്ചു സാറ് മനസമ്മതം കഴിഞ്ഞിട്ടും കല്യാണം വേണ്ടാത്ത സ്ഥിതിക്ക് അരമനക്കോടതി അനുവാദം മേടിക്കുന്ന സഭാ നിയമം. പെണ്ണിന്റെ അപ്പുറം അതും മേടിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് കൊമ്പൊലിക്ക് കാണിച്ച ഒരു കാര്യമില്ല. എനിക്ക് നാൻസിയോട് സംസാരിക്കണം. അതെങ്ങനെയാ മോനെ? പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ? കുടുംബത്തിൽ പറഞ്ഞവരത് ചെയ്യത്തില്ല. എനിക്ക് സംസാരിക്കാം. അങ്ങനെ പോയാലോ? ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്ത് ഞാൻ മിന്നു കിട്ടും. വരാൻ തയ്യാറാണോ? തയ്യാറാണോ എന്ന്? അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് അവൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ ഈ സിംഗപ്പൂരിൽ. പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല? ഇല്ല, വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്ക് ഒന്നേ അറിയണ്ടൂ, എപ്പോഴാണ് എൻ്റെ കല്യാണം. അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ. ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, കെട്ടാൻ ഞാൻ റെഡി. ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചോളാം. അപ്പൊ നാൻസി? അവൾ പോയി. കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡിങ് കാർഡ് കിട്ടി. വധു നാൻസി, വരൻ എൻ്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ചൻ്റെ മകൻ പോളച്ചൻ. ഇതാ പറയണത്, വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത് എവിടെയോ ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ അപ്പനും അമ്മച്ചും കണ്ടോണ്ട് വരണ ഈ രംഗം കണ്ടോണ്ട് വന്നാൽ എന്താ? എന്റെ ഈശോ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോയ സ്വന്തം മകൾ സുന്ദരനായി ഒരു ചെറുപ്പക്കാരനോടൊത്ത് രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ അല്ലേ? സോറി സോറി കേട്ടോ. പുതിയ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ
സണ്ണിച്ചാനുള്ളതല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ. അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നു കെട്ടിട്ട് അതുവരെ എന്റെ പൊന്നു മോന് ക്ഷമിച്ചൂടെ? Stay here. കണ്ട നേരം അച്ചായൻ അച്ചായൻ. അച്ചായൻ എന്താ ഈ നേരത്തെ? വട്ട് അല്ലാതെന്താ? എടാ സണ്ണിക്കുഞ്ഞെ, ഇന്ന് ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറി എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? സോറി, ഹാപ്പി സന്തോഷപ്രദമായ നീണ്ട 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരാഘോഷം. ശരി. പിള്ളേരെല്ലാം ഡ്രൈവർ നായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. പാതിരാത്രിയിലോ? ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവെളുപ്പൊന്നോ ഉണ്ടോ? കടപ്പുറത്തിരുന്നപ്പോ എനിക്കൊരു ഐഡിയ. ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന്, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത്. അതല്ല, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ വെടി 2 പക്ഷി. നീ വന്നേ, നീ വന്നേന്ന് ഒരു പെഗ്ഗെട്. ചേച്ചി ഒരു പെഗ്ഗെട്. നീ വാ, ഒരു പെഗ്ഗെടുക്കാൻ. അല്ല ചേച്ചി. ആഹാ, അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാൻ നേരമില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി വിസ്കി ഉണ്ട്. അവിടെ ഒരു പെണ്ണ്. പെണ്ണ എവിടെ? ഒരിക്കലും ഈ രാത്രി എങ്ങനെ പെണ്ണ് വരാൻ? അവിടെ ഒരു പെണ്ണ്. പെണ്ണൊന്നുമില്ല അവിടെ. നീ ശരിക്കുണ്ടോ? അതെ, വെളുത്ത ഫ്രോക്ക് ഇട്ടൊരു പെണ്ണ്. അയ്യോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ജോലിക്കാർ പല്ലും കണ്ടേ നമ്മളെ ഈ വീട് വാങ്ങിച്ച ഫ്രഞ്ചാരി മദാമേടന്നല്ലേ, അവരുടെ ഒരു ആന്റി ഇവിടെ പോയിസൺ കഴിച്ച് മരിച്ചിട്ടുണ്ട്. അവർ രാത്രി ഫ്രോക്ക് ഇട്ടുണ്ടായിരുന്നു. ഇത് മദാമയൊന്നുമല്ല, മലയാളിയാണ്. ഞാൻ ശരിക്കും കണ്ടതാണ്. എനിക്ക് ആ മദാമയുടെ പരിപാടിയിൽ ഏതെങ്കിലും മലയാളി പ്രേതങ്ങളായിരിക്കുന്നത്. അങ്ങനുണ്ട് ആ മലയാളി പ്രയത്നം. എനിക്കൊന്ന് കാണണമല്ലോ. ആവശ്യമില്ല പ്രയത്നോട് കളിക്കണ്ട. കുഞ്ഞെ, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽപ്പെട്ടവനാ. ഒരു പ്രയത്നം ഷൂട്ട് ചെയ്യരുത്, അത് പ്രേതമല്ല, എന്റെ ഫ്രണ്ടാ. ചേച്ചി, ചേച്ചി തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞേക്ക്, സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. അച്ഛാ ശബ്ദിക്കരുത്. ഞാൻ ഈ പ്രയത്നോടും സംസാരിക്കട്ടെ. എന്താ നിന്റെ പേര്? സാന്ദ്ര. സാന്ദ്ര വാളുക്കാരൻ. നിന്റെ അപ്പന്റെ പേരെന്താ? ജോൺ വാളുക്കാരൻ. അയക്ക് സിംഗപ്പൂരിൽ എന്താ ജോലി? ബാങ്കില്. എന്താ ജോലി? ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. നിന്നെ ഇവൻ കെട്ടുമെന്നുള്ള ഉറപ്പാണോ? അതെ. ഉറപ്പാണോ? അതെ. നടക്ക. നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്. നടക്ക. എടാ, ഇത് സത്യമാണോടാ? അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി നീ ചുമ്മാ കള്ളം പറഞ്ഞാണോ? സത്യം. എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം. എടാ, ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയാ. പറ, എന്നെ വിശ്വാസമല്ലേ, ഞാൻ തന്നെ വിളിച്ചുതരാം. ഹലോ. അതെ, കൊടുക്കാം. അമ്മച്ചി, എന്താ സാറേ ഈ രാത്രിയില്? സിംഗപ്പൂരിൽ നിന്നാ, കുരുവിള സാർ. ഹലോ. പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കൂടി ഒരു പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കണ്ടു, ഇഷ്ടപ്പെട്ടു. പെണ്ണിന്റെ നാടും വീടും ഒക്കെ എവിടെയാ? നാട്ടിലെവിടെയാണ് നിന്റെ വീട്? തൃശ്ശൂരാ. പെങ്കൊച്ചിന് ജോലിയുണ്ടോ? പഠിക്കുന്നോ? ഏയ് ഇല്ല, പഠിക്കുക. എന്തോന്നാ പഠിക്കുന്നത്? കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. അമ്മച്ചിയും പെങ്ങന്മാരും അളിയന്മാരും കൂടെ വികാരിയച്ഛനെ കണ്ടിട്ട് ഒരു ദിവസം അങ്ങ് നിശ്ചയിച്ചോ? ശരി. എടാ പൈലി, സണ്ണിച്ചനും കുരുവിളയും കൂടെ അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന്. അവനത് പറയാൻ നാണായതുകൊണ്ടാന്ന് തോന്നുന്നു കുരുവിളെ കൊണ്ട് വിളിപ്പിച്ചത്. പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? ഈ പാതിരാത്രിക്കോ അമ്മച്ചി? നേരെ ഒന്ന് വെളുത്തോട്ടെ. എനിക്കിനി കിടന്നാ
ഉറക്കം വരത്തില്ല. എനിക്കിനി കുറച്ചു ദിവസത്തേക്ക് ഉറക്കമേ വരത്തില്ല. സണ്ണിച്ചന്റെ കല്യാണമല്ലേ.